നമസ്കാരം, ഏവർക്കും പുതിയ വീഡിയോയിൽ സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കഴിഞ്ഞ ദിവസം തിയേറ്ററിലേക്ക് എത്തിയ ക്ലാഷ് റിലീസ് 3 പടങ്ങളുണ്ടായിരുന്നു. ഒന്നാമതാണ് ഷർഫുദ്ദീൻ നായകനെത്തിയ പടക്കളം സിനിമ, രണ്ടാമതാണ് ആസിഫ് അലി നായകനെത്തിയ സർക്കിട്ട് സിനിമ, ആൻഡ് മൂന്നാമതാണ് നമ്മുടെ ദിലീപേട്ട നായകനെ എത്തിയിരുന്ന പ്രിൻസ് ആൻഡ് ദ ഫാമിലി സിനിമ. എല്ലാ സിനിമയ്ക്കും അത്യാവശ്യം മിക്സഡ് ഗുഡ് റെസ്പോൺസ് ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെയാണ് സിനിമയുടെ കളക്ഷൻ്റെ കാര്യം കൂടെ നമുക്ക് നോക്കിയേക്കാം. നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ 3 സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകളാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് നടക്കാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ പടക്കള സിനിമയെ പറ്റി പറഞ്ഞു തുടങ്ങാം. സിനിമ ഇറങ്ങിയിരുന്നത് മെയ് 8-ാം തീയതിയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സിനിമേനെ 3-ാമത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. സിനിമ 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ആയിട്ട് കളക്ഷൻ നേടിയേക്കുന്ന 1,25,00,000 രൂപയാണ്. സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ കളക്ഷൻ നേടിയിരുന്നത് 27 ലക്ഷം രൂപയും, 2-ാം ദിവസം കളക്ഷൻ നേടിയിരുന്നത് 44 ലക്ഷം രൂപയും, 3-ാം ദിവസം കളക്ഷൻ ഹൈക്കായിട്ട് 55 ലക്ഷം അല്ലെങ്കിൽ 60 ലക്ഷം അതിൻ്റെ ഇടയ്ക്ക് ഒരു കളക്ഷൻ നേടിയിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് സിനിമയുടെ കളക്ഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം അത്യാവശ്യം നല്ല റെസ്പോൺസാണ് സിനിമയ്ക്ക് വന്നിരുന്നത്. സിനിമ ഹിറ്റാകുമെന്ന് തന്നെയാണ് തോന്നുന്നത്. അത്ര വലിയ ബഡ്ജറ്റിലല്ല ഈ 3 സിനിമകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. വെച്ചാൽ അത്ര വലിയ ബഡ്ജറ്റില്ല ഈ 3 സിനിമകൾക്ക്. അടുത്ത സിനിമയാണ് നമ്മുടെ ആസിഫ് അലി നായകനെത്തിയ സർക്കിട്ട് സിനിമ. ആദ്യ ദിവസം കളക്ഷൻ നേടിയിരുന്നത് 37 ലക്ഷം രൂപയാണ്. 2-ാം ദിവസമായപ്പോൾ അത് 32 ലക്ഷം രൂപയും, എന്നാൽ 3-ാം ദിവസമായപ്പോൾ സിനിമ 40 ലക്ഷം രൂപ കളക്ഷൻ നേടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനൽ കളക്ഷനായിട്ട് സിനിമയ്ക്ക് അവകാശപ്പെടുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെയുള്ളതിൽ 1,09,00,000 രൂപയാണ്. അത് ഇന്ത്യ നെറ്റ് കളക്ഷനാണ് കേട്ടോ. വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1,22,00,000 രൂപയാണ് സിനിമയുടെ വേൾഡ് വൈഡ് ഇതുവരെയുള്ള 3 ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത്. സിനിമയ്ക്കും വലിയൊരു ബഡ്ജറ്റ് ഉണ്ടെന്ന് തോന്നുന്നില്ല. അത്യാവശ്യം കൺട്രോൾഡ് ബഡ്ജറ്റിലാണ് സിനിമ ഇറങ്ങിയിരുന്നത്. സിനിമ ഒരു ഇമോഷണൽ സിനിമയാണ്. അതിനും അത്യാവശ്യം ഗുഡ് കളക്ഷനാണ്. പക്ഷേ ഓക്യുപ്പൻസി വൈസ് സിനിമയ്ക്ക് അത്രയ്ക്ക് ഹൈ ഓക്യുപ്പൻസി അല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ 24 മണിക്കൂറിന് സിനിമ 7,000 ടിക്കറ്റ് എങ്ങാണ്ട് മൊത്തം വിറ്റിട്ടുള്ളായിരുന്നു. അത്യാവശ്യം കുറവാണ്. പടക്കള സിനിമ 10,000 ടിക്കറ്റ്, പ്രിൻസ് ആൻഡ് ദ ഫാമിലി 28,000 ടിക്കറ്റ് വരുന്നു കേട്ടോ വിറ്റിരുന്നത്. അത് ഞാൻ എക്സ്ട്രാ ഇൻഫർമേഷൻ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഏക്കാലും അടുത്താണ് നമ്മുടെ ദിലീപേട്ടൻ നായകൻ എഴുതുന്ന പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയത് മെയ് 9-ാം തീയതിയാണ് കേട്ടോ. സർക്കിട്ടും പടക്കളും ഇറങ്ങിയതിന് പിറ്റേ ദിവസമാണ് സിനിമ റിലീസ് ചെയ്തിരുന്നത്. സിനിമേൻ്റെ 2 ദിവസത്തെ കളക്ഷനാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. സിനിമ ആദ്യ ദിവസം തന്നെ വേൾഡ് വൈഡ് നേടിയിരുന്നത് 1,20,00,000 രൂപയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 സിനിമയിലും ഹയസ്റ്റ് കളക്ഷൻ ഫസ്റ്റ് ഡേ നമ്മുടെ പ്രിൻസ് ആൻഡ് ദ ഫാമിലി സിനിമയ്ക്കായിരുന്നു. സിനിമ ആദ്യ ദിവസം കേരളയിൽ നിന്ന് മാത്രം നേടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 95 ലക്ഷം രൂപയാണ്. അപ്പം മിച്ചമുള്ള എല്ലാം കേരളത്തിന് പുറത്തുള്ള കളക്ഷനായിരുന്നു കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 25 ലക്ഷം രൂപയാണ് കേരളത്തിന് പുറത്ത് സിനിമയ്ക്ക് കളക്ഷൻ കിട്ടിയത് ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത്. 2-ാം ദിവസം സിനിമ കളക്ഷൻ നേടിയത് 1,32,00,000 രൂപയാണ്. അവിടെയും സിനിമയുടെ കളക്ഷൻ കൂടുന്നതായിട്ട് കാണാം. സിനിമയ്ക്ക് അത്യാവശ്യം ഗുഡ് റെസ്പോൺസ് ആണ് വന്നിരുന്നത്. ഫാമിലി ഓഡിയൻസിന് ആപ്റ്റ് ആണെന്നാണ് റെസ്പോൺസുകളാണ് വന്നിരുന്നത്. അങ്ങനെ സിനിമ 2 ദിവസം കൊണ്ട് ഓവറോൾ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2,33,00,000 രൂപയാണ്. ഇതിനും വലിയൊരു ബഡ്ജറ്റ് ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഏക്കാലും അത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോയ്ക്ക് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ എല്ലാ 3 കളക്ഷൻ്റെ ഫൈനൽ കളക്ഷൻ ഒന്ന് പറഞ്ഞു തരാം. പടക്കളം 3 ദിവസം കൊണ്ട് നേടിയിരുന്നത് 1,25,00,000 രൂപ. പ്രിൻസ് ആൻഡ് ഫാമിലി 2 ദിവസം കൊണ്ട് നേടിയിരുന്നത് 2,33,00,000 രൂപ. സർക്കിട്ട് സിനിമ 3 ദിവസം കൊണ്ട് നേടിയിരുന്നത് 1,22,00,000 രൂപ. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ പറയാനുള്ള. വീഡിയോ ഇഷ്ടപ്പെടുത്തി തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ.